CJP എന്ന സംഘടന ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ ചിത്രത്തിൽ വീണ്ടും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നേരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു, കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് CJP വടക്കേ ഇന്ത്യയിലെ സ്കൂളുകളിലെ വലിയ അനാസ്ഥകളിലേക്കും സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതികളിലേക്കും അല്ലെങ്കിൽ അവിടുത്തെ പരിതാപകരമായ അവസ്ഥകളിലേക്കും ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ പലയിടങ്ങളിലും അവർക്ക് എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നു. എങ്കിൽ കൂടിയും ഓരോ സ്കൂളുകളിലും എത്തി അവിടുത്തെ സൗകര്യക്കുറവ്, സംവിധാനങ്ങളിലെ അപര്യാപ്തത, അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥ, ഇതൊക്കെ പുറം ലോകത്തെത്തിച്ചു CJP. അങ്ങനെ വലിയ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയും അതിനിപ്പോൾ വലിയൊരു ഫലമുണ്ടായിരിക്കുന്നു. എന്ന് വെച്ചാൽ UP, രാജസ്ഥാൻ സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഓരോ സ്കൂളുകളിലുള്ള അപര്യാപ്തതയെക്കുറിച്ച് വലിയ തോതിൽ സീരിയസ് ആയ വിഷയം ടേക്കപ്പ് ചെയ്യുന്നു. ഇന്നിപ്പോൾ UP സർക്കാർ 602 കോടി പെട്ടെന്ന് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നു. രാജസ്ഥാൻ സർക്കാരും ഇത് ഗൗരവത്തിലെടുക്കുകയാണ്. അപ്പോൾ CJPയെ പേടിച്ചുകൊണ്ട് ഇതാ സ്കൂളുകളിലെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ. അപ്പോൾ ഇത് CJPയുടെ വിജയമോ എന്നുള്ളത് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ജിംസ്, എങ്ങനെയാണ് CJPയുടെ രണ്ടാം ഘട്ട സമരത്തെ അത്ര വലിയ ഗൗരവത്തോടെ നമ്മൾ കണ്ടിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. ഈ CJP ആദ്യം ഉയർത്തുന്ന പ്രശ്നം എഡ്യൂക്കേഷനാണ്. ആദ്യം ഉയർത്തിയത് നീറ്റ് പരീക്ഷാ ചോർച്ചയാണ്. അത് തുടർന്ന് അവരൊരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. ഒരു 4-5 മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയിരുന്നു. പിന്നീടാണ് ഈ സ്കൂൾ നന്നാക്കൂ എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് അവർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു തരത്തിലും തടഞ്ഞു നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് കൊണ്ടോ കൗണ്ടർ ക്യാമ്പയിൻ കൊണ്ടോ തടഞ്ഞു നിർത്താൻ കഴിയാത്ത അത്ര അലയൊലികൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും രസകരമായ ഒരു ചിത്രം മധ്യപ്രദേശിലെ BJPയുടെ ആസ്ഥാന മന്ദിരം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ചിത്രമുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന വലിയൊരു ഘട്ടമാണ്. അതിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നു. തൊട്ട് താഴെ മധ്യപ്രദേശിലെ ഒരു സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു തൊഴുത്തിന് മുമ്പിൽ കുട്ടികളിരിക്കുന്ന ഒരു ചിത്രവും കൊടുക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ ഇതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കഴിഞ്ഞ 12 വർഷവും ഇതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അത് കുറേ കൂടി അതിനൊരു റീച്ച് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഇതിൻ്റെ അഭിസംബോധിതർ, അതായത് ഈ സ്കൂളുകളുടെ അവസ്ഥ ഇതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ ഈ 12 വർഷം കൊണ്ട് വളർന്നു വന്ന ഒരു തലമുറയാണ്. ഈ കഴിഞ്ഞ 12 വർഷത്തിൽ വളർന്നു വന്ന തലമുറ, ഈ 12 വർഷം കൊണ്ട് വളർന്നു വന്ന തലമുറയുടെ പ്രശ്നം, അവർ ഇന്ത്യൻ സ്കൂൾ മാത്രമല്ല കണ്ടിട്ടുള്ളത്, അവർ ലോകത്തെ പല സ്കൂളുകളും കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഇതെങ്ങനെയാണ്? അവർ ലോകത്തെ സ്കൂളുകൾ മാത്രമല്ല കാണുന്നത്, അവർ റീലിലൂടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ കുറിച്ചുള്ള റീലുകൾ കാണുന്നുണ്ട്. സേഫ് കണ്ടിട്ടുണ്ടാവും. അത് ഉത്തരേന്ത്യക്കാർ വ്ളോഗർമാർ വന്നിട്ട് കേരളത്തിലെ സ്കൂളുകളെ കുറിച്ചുള്ള കേരൾ കി സ്കൂൾ, അതിന് വൻ റീച്ചാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കണ്ടും കേരളത്തെ പൊക്കി പറയുന്നത് കണ്ടുകൊണ്ട് മലയാളികൾ പോയി ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഇത്ര റീച്ചും ട്രാഫിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയല്ല. അതിൽ മലയാളികൾ വളരെ തുച്ഛം പേരാണ് കമൻറ്റ് ചെയ്യുന്നുള്ളൂ. മലയാളികളെ കാണുന്ന പോലില്ല. അതിൽ കമൻറ്റ് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യുന്നവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിഭാഗവും ഉത്തരേന്ത്യയിൽ, ഞാൻ മുമ്പ് പറഞ്ഞ ഈ 12 വർഷം കൊണ്ട് വളർന്നു വന്ന യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഇത് കാണുന്നതും പ്രചരിപ്പിക്കുന്നത്. അവർ നോക്കുമ്പോൾ കേരളത്തിലൊരു സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന പാർക്കുകളൊക്കെയുള്ള, കളിസ്ഥലങ്ങളുള്ള, വൃത്തിയുള്ള ക്ലാസ് റൂമുകളുള്ള, നല്ല ബോർഡുകളും റോബോട്ടുകളുള്ള, കുട്ടികൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി റോബോട്ടുകൾ വെച്ചിട്ടുള്ള സർക്കാർ സ്കൂളുകൾ ഇവർ കാണുകയാണ്. അപ്പോൾ കേരളം പോലെ ഈ പറയുന്ന 100% ലിറ്റററി സാർ എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന ആ സ്റ്റേറ്റിലെ ആളുകൾ ഇത്രയും വൃത്തിയായിട്ട് സ്കൂൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ, അതും UPയിലേക്കൊക്കെ എത്ര ആയിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്രം അനുവദിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടെയൊന്നും ഇതില്ല. UPയിലില്ല, മധ്യപ്രദേശിലില്ല, രാജസ്ഥാനിലില്ല. എന്തുകൊണ്ട് അവിടെയൊക്കെ ഉണ്ടാകുന്നു എന്ന് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കും. അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ടെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നു. അതിനെതിരായിട്ടുള്ള രോഷമാണ് ഈ സ്കൂൾ നന്നാക്കൂ ക്യാമ്പയിന് ഇത്രയധികം സ്വീകാര്യത കിട്ടാനുള്ള കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിദ്യാഭ്യാസം എന്നൊരൊറ്റ പ്രശ്നത്തിലാണ് CJP അവരുടെ ആദ്യത്തെ 2 ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ RSS അത് കുറേ കൂടി ആഴത്തിൽ പഠിക്കുകയും അവർ വിശാഖപട്ടണത്തിൽ ഒരു 3 ദിവസത്തെ ബൈഠക്ക് ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ആഴ്ചയാണ് നടന്നത്. ആ ബൈഠക്കിൽ അവർ ഒരു പ്രമേയം പാസ്സാക്കി. അവർ വാർത്താ സമ്മേളനം വിളിച്ച് കേന്ദ്ര സർക്കാരിനോട് BJPയോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണെന്ന്? അല്ല. അതായത് നീറ്റ് പരീക്ഷാ ചോർച്ചയോ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ചയോ അല്ല ഈ പ്രൊട്ടസ്റ്റ്, ഈ പ്രതിഷേധം വരാനുള്ള കാരണം. അത് നിങ്ങളുടെ സിസ്റ്റം ഫെയിലറാണ്. RSS BJPയോട് പറയുകയാണ്, നിങ്ങളുടെ സിസ്റ്റം ഫെയിലറാണ്. അത് ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മാത്രമാണ്, രോഗലക്ഷണങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ സിസ്റ്റം ആദ്യം ശരിയാക്കണം.
എന്ന് RSS BJP യോട് പറയാണ്. അപ്പോൾ ഇവിടെയാണ് എന്താണ് CJP ഇപ്പോൾ 650 കോടി അനുവദിച്ചു, അല്ലെങ്കിൽ 12,000 കോടി രൂപയുടെ 5 വർഷത്തെ ദീർഘകാല പ്രോജക്റ്റാണ് രാജസ്ഥാൻ സർക്കാർ നടപ്പാക്കാൻ പോകുന്നത് സ്കൂൾ കെട്ടിടങ്ങൾ നന്നാക്കാൻ. അതുകൊണ്ട് പരിഹരിക്കാവുന്ന നല്ല പ്രശ്നം. കാരണം CJP മൂവ്മെൻറ്റ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം പറയുന്നുണ്ടെങ്കിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റാശയങ്ങൾ നേരത്തെ ഇന്ത്യ മുന്നണി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, രാഹുൽ ഗാന്ധി ആവട്ടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അവർ കോടതിയെ ഓഡിറ്റ് ചെയ്യുന്നു. കോടതിയാണ് അവരുടെ രണ്ടാമത്തെ കാര്യം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞെങ്കിലും രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവരുടെ പ്രശ്ന ഇഷ്യൂ കോടതിയാണ്. മൂന്നാമത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇനി ബാക്കി കിടക്കുകയാണ്. അവർക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ ഇനി ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് ഈ CJP പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പോലും ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വിഭാഗം, ഒരു തലമുറയിൽ നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു എതിർപ്പിൻ്റെ അനുരണനങ്ങൾ മാത്രമാണ്. CJP പോലും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനി ഓരോന്നോരോന്നായി തിളച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് യഥാർത്ഥത്തിൽ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് RSSഉം BJPയും അമിത്ഷായും മോദിയും ഒക്കെയാണ്. അവർക്കത് മനസ്സിലായി കഴിഞ്ഞു. അതർവൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കഴിഞ്ഞ ഈ ജൂലൈ അവസാന വാരത്തോടുകൂടി ഈ CJP പ്രൊട്ടസ്റ്റ് അവസാനിച്ചല്ലോ. അപ്പോൾ ഇത്രയും വലിയ എതിർപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാർ അതിനെതിരായിട്ട് എന്തെങ്കിലും കൗണ്ടർ മെഷേഴ്സ് എടുക്കണ്ടേ? ഇന്ത്യയിലുണ്ടായിട്ടുള്ള മോദി സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ എതിർപ്പുകൾക്കും അവർക്ക് കൃത്യമായ ഫലപ്രദമായ കൗണ്ടർ ആർഗ്യുമെൻറ്റുകളും കൗണ്ടർ നറേറ്റീവുകളും അതിൽ ശ്രദ്ധ മാറ്റാനെങ്കിലും അവർക്ക് കഴിയുമായിരുന്നു. ശ്രദ്ധ മാറ്റാൻ പറ്റും. ഒരു ഭീകരാക്രമണമെങ്കിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അതിലേക്ക് ശ്രദ്ധ മാറ്റും. ഒരു ഹൈപ്പർ നാഷണലിസം സ്ലോഗൻ കൊണ്ടുവരും, ആളുകൾ അതിന് പിന്നിൽ കൊണ്ടുവരും. ഇതൊന്നും നടക്കുന്നില്ല. ഒരു തരത്തിലും ശ്രദ്ധ മാറ്റാൻ പറ്റുന്നില്ല. ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കിയാൽ പോലും അത് ആൾക്കാർ ചിരിച്ചു തള്ളുകയാണ്. പോയി പണി നോക്കിയെന്ന് പറയുകയാണ്, അതിനി പറയണ്ട നിർത്തിക്കോ എന്ന് പറയുകയാണ്. അവർക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ക്ലൂലെസ് ആയിട്ടുള്ള ഒരു ഭരണകൂടം. അവർക്ക് ഇപ്പോൾ 600 കോടിയോ 12,000 കോടി എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ആ പ്രശ്നം തീരുന്നില്ല, ഈ എതിർപ്പ് വരാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് 2029 തെരഞ്ഞെടുപ്പ് വരെ ഇനിയുണ്ട്. എത്ര വർഷം? 3 വർഷം കൂടിയുണ്ട്. അതുവരെ തുടർച്ചയായി ഒരുതരം ഒരു എന്താ പറയുക, ഒരു തിര പോലെ, ഒരു തരംഗം പോലെ ഇത്തരം ഒരു വേവ് ഈ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ. അതിൻ്റെ ഒരു എപ്പിസെൻറ്റർ ആകാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബീഹാറാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരിയുടെ വീടിന് മുമ്പിൽ ഇപ്പോഴും പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഒരു 6 വയസ്സുകാരനെ പോലീസ്, 6 വയസ്സുള്ള കുട്ടി സാമ്രാജ് ചൗധരിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുക. 6 വയസ്സുള്ള കുട്ടി. നമ്മൾ 6 വയസ്സിൽ സംസാരിക്കുന്നതുമായിട്ട് വീട്ടിൽ വർത്താനം പറയാൻ പറ്റുമോ? സാമ്രാജ് ചൗധരി മോദിയൊക്കെ രാജിവെക്കണം എന്ന് പറഞ്ഞ് മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്ന 6 വയസ്സുകാരൻ. അവനെയാണ് പോലീസ് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ ബീഹാറായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഏറ്റവും രൂക്ഷമായത്. അത് വളരെ കുറച്ചേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ള മാധ്യമങ്ങളിൽ. ഇപ്പോഴും അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിരൂക്ഷമായ സമരം. ഇന്നലെ അവിടെ ലാത്തി ചാർജും അതുപോലെ വാട്ടർ ക്യാനൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസെൻറ്ററായിട്ട് മിക്കവാറും ബീഹാർ ആവാനാണ് സാധ്യത. കാരണം ബീഹാറിൽ ഇപ്പോഴത്തെ പ്രശ്നം വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ടതല്ല, ബീഹാർ PSCയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടതുപോലെ, ജാർഖണ്ഡിൽ കണ്ടതുപോലെ അതിങ്ങനെ അതിൻ്റെ ഒരു അനുരണനം 2029 വരെ ഉണ്ടാവും. നമുക്കിതിങ്ങനെ വാച്ച് ചെയ്യാം, ഇതെന്താണ് സംഭവിക്കുന്നത് വാച്ച് ചെയ്യാം, അത്രേ പറയാൻ പറ്റും. ദാവൂദ് സാഹിബ്, ഈ CJP സ്കൂൾ ക്യാമ്പയിനെ വേണമെങ്കിൽ ഈ സംസ്ഥാന സർക്കാരുകൾക്ക് അവഗണിക്കാം, കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷേ അതിനെ വേഗത്തിൽ ഗൗരവത്തിലെടുത്ത് ടേക്കപ്പ് ചെയ്യുന്നു, പഠനം അനുവദിക്കുന്നു. അങ്ങനെ അതിന് മുഖം കൊടുക്കേണ്ടി വരുന്ന നിലയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ല, അത് എന്താണെന്ന് വെച്ചാൽ ഈ ആക്ച്വലി ഇവർ ചെയ്യുന്നൊരു ഡിജിറ്റൽ ഓഡിറ്റിംഗ് ആണല്ലോ. സ്കൂൾ ടീ ഖറോ എന്ന് പറയുന്ന ഹാഷ്ടാഗ് അവർ തുടങ്ങുന്നു. എന്നിട്ട് അതൊരു ഭയങ്കരമായ സെൻട്രലൈസ്ഡ് ആയ ഒരു കാര്യമൊന്നുമില്ല, ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആദ്യമായിട്ട് അഭിജിത്ത് ദീപ് പുള്ളിയുടെ ഗ്രാമത്തിൽ സ്കൂളിൽ പോകുന്നു, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞാനൊരു 10-20 വർഷം മുമ്പ് വരെ ഉത്തരേന്ത്യയിൽ വ്യാപകമായി യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു. അന്ന് നമ്മൾ പല സ്കൂളുകളും കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ സത്യമായി വിചാരിച്ചത് അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഈ ഇവന്മാർ വിടുന്ന റീൽസ് കണ്ടപ്പോഴാണ് അന്തം വിട്ടുപോയി കേട്ടോ. അന്ന് എന്താണോ ഉള്ളത് അതേമാതിരി തന്നെയാണ്. നിലത്തിരുന്ന് പഠിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴുണ്ട്. അത് പ്രത്യേകിച്ചൊരു വികാസ് പുരുഷായിട്ടുള്ള മോഡിജി വന്ന് ഭയങ്കര എല്ലാം മാറ്റിയ സ്ഥിതിക്ക് ബെഞ്ചെങ്കിലും അവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ബെഞ്ച് പോലും ഇല്ല, ബെഞ്ചില്ല, മിഡ് ഡേ മീലില്ല, പുസ്തകങ്ങളില്ല. ഇങ്ങനെ ആ മറ്റുള്ള സ്കൂളുകളൊക്കെയാണ് ഇവർ ചിത്രീകരിച്ച് റീൽസ് പുറത്തു വിടുന്നത്. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ സൈഫു, ഒരൊറ്റ ദിവസം കൊണ്ട് 604 യോഗി അനുവദിച്ച 604 കോടി രൂപ ആ ബജറ്റൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞൊരു സംസ്ഥാനമാണത്. പൊടുന്നതിന് ഒരു ദിവസം 604 കോടി രൂപ അനുവദിക്കുകയാണ്. 604 കോടി എന്ന് പറഞ്ഞാൽ ചില്ലറല്ലല്ലോ അത്. എന്തുകൊണ്ടത്? അപ്പോൾ അവർക്കറിയാം ഇത് സംഗതി പൊളിഞ്ഞു കിടക്കുകയാണെന്ന് അവർക്കറിയാം. അപ്പോൾ അത്
ഈ പുതിയ തലമുറ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എഗൈൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ പറയുന്ന സംഗതികളെല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് നടക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ എവിടെയും നടന്നിട്ടില്ല. സൗത്ത് ഇന്ത്യയിലെ അവിടുത്തെ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അത് ഈ പ്രൊട്ടസ്റ്റിനൊക്കെ മുമ്പ് തന്നെ നേരത്തെ തന്നെ ഉണ്ട്. നിരവധി ഉത്തരേന്ത്യൻ യാത്രികർ ഇവിടെ വന്നിട്ട് കേരളത്തിലെ ഗ്രാമങ്ങളെക്കുറിച്ച്, ട്രാഫിക്കിനെക്കുറിച്ച്, സ്കൂളുകളെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുള്ള റീലുകളും 10,000 മില്യൺ കണക്കിന് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്തുകൊണ്ടുള്ള കണ്ടൻറ്റുകൾ ധാരാളമായിട്ട് വരികയാണ്. അപ്പോൾ ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് അന്ന് ആലോചിച്ച് നോക്കൂ. ഈ മട്ടിൽ സ്കൂളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതൊന്നും വിഷയമായിരുന്നില്ല. അഥവാ അത്തരം കാര്യങ്ങൾ വിഷയമായാൽ വളരെ പെട്ടെന്ന് മറ്റേ ചീട്ടെടുത്തിടും. ഇത് അവന്മാർ മുഗൾ ബാർബറല്ല എന്താണ് ബാബർ അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാർഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. അങ്ങനെ മറികടന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഈ നോട്ട് നിരോധിച്ചിട്ട് കുലം കുത്തി പോയിട്ട് പോലും, മുടിഞ്ഞു പോയിട്ട് പോലും പിന്നെ ഇവരെ വീണ്ടും ജയിപ്പിച്ചാണ്. അതെന്താണ്, ഇത് മറ്റവന്മാരെ അടിക്കാനുള്ള ഇതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാവുന്ന ഒരു പോപ്പുലസാണിത് എന്നുള്ളതായിരുന്നു ഇവരുടെ ആത്മവിശ്വാസം അവർ ഉൾക്കൊണ്ടത്. അവർ കുറ്റം പറയാമല്ലോ, അത് അവരെ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാറിക്കഴിഞ്ഞു. സൊസൈറ്റിയിൽ തന്നെ ആ ജനറേഷൻ മാറി. ജനറേഷൻ മാത്രമല്ല, ഈ കമ്മ്യൂണിക്കേഷൻ ഇതിലുണ്ടായിട്ടുള്ള സംഗതികളുണ്ടല്ലോ, അത് പുതിയ തുറവികൾ ആളുകൾക്ക് കിട്ടുന്നു, പുതിയ ഐഡിയാസ് കിട്ടുന്നു. ഇപ്പോൾ തന്നെ നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി, അദ്ദേഹം ഛാത്രോം കോ കൂഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ സാമാന്യഗതിയിൽ ഒരു പൊളിറ്റീഷ്യൻ സംസാരിക്കാത്ത കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? നോക്കൂ, നമ്മൾ ഡെമോക്രസി ആയിരിക്കത്തന്നെ നമ്മളൊരു കൺസർവേറ്റീവ് ഡെമോക്രസി ആയിരുന്നു. പക്ഷേ ആ കൺസർവേറ്റീവ് ഡെമോക്രസിയിൽ നിന്നൊരു ലിബറൽ ഡെമോക്രസിയിലേക്കുള്ള ചെറിയ രീതിയിലുള്ള ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ഒരു ലിബറൽ ഡെമോക്രസി ആയി പോകുന്ന ഒരു പ്രോഗ്രസീവ് ഡെമോക്രസി ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ലിബറൽ ഡെമോക്രസിയുടെ എലമെൻറ്റുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സന്ദർഭമായിരുന്നു ജന്തർ മന്തർ. അതിനുശേഷം നോക്കൂ, ജന്തർ മന്തറിന് മുമ്പ് സംസാരിക്കുന്ന രാഹുലും അതിനുശേഷം സംസാരിക്കുന്ന രാഹുലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു കൺസർവേറ്റീവ് ഡെമോക്രസിയിൽ നിന്ന് ഒരു ലിബറൽ ഡെമോക്രസിയിലേക്കുള്ള ചെറിയ രീതിയിലുള്ള ഷിഫ്റ്റ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പച്ചക്ക് മനുസ്മൃതിക്കെതിരെയൊക്കെ സംസാരിക്കുന്നത്. മനുസ്മൃതിക്കെതിരെ സംസാരിക്കുമ്പോൾ ഉടനെ വരുന്ന യോഗിയുടെ റെസ്പോൺസ് എന്താണ്? നമ്മുടെ പരമ്പരയെ കുറ്റപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ടെക്സ്റ്റ് എന്താണ്? സ്റ്റൈൽ ബുക്കാണ്, പ്ലേ ബുക്കാണ്. പക്ഷെ അത് വർക്ക് ചെയ്യില്ല. അതിനുശേഷമാണ് ഈ പിള്ളേരുടെ സ്കൂൾ ഓഡിറ്റിങ്, ഡിജിറ്റൽ ഓഡിറ്റിംഗ് നടക്കുന്നത്. അത് വലിയ തോതിൽ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ടപ്പ എന്ന് പറഞ്ഞാൽ 604 കോടി അനുവദിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഒരു തിങ്ക് ഇന്ത്യൻ വോട്ടേഴ്സിൻ്റെ ജനറൽ പബ്ലിക്കിൻ്റെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ജനറൽ പബ്ലിക്കിൻ്റെ ഒരു തിങ്കിങ് പാറ്റേണിലും ആ ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ഇവർ ഇനി അടുത്തൊരു ആക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 5-ാം തീയതി, അത് ടീച്ചേഴ്സ് ഡേ ആണ്. അന്ന് ഡൽഹിയിൽ വലിയ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇവർ ഈ സ്കൂളിൽ പോയി ഇത് നടത്തിയല്ലോ, റീലെടുത്തു. അതിനുശേഷം ഇവർ വിദ്യാഭ്യാസ മന്ത്രിമാർക്കെല്ലാം ഓപ്പൺ ലെറ്റർ അയച്ചിട്ടുണ്ട് ഈ സ്കൂളുകളുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ സെപ്റ്റംബർ 5-ന് ശേഷം പുതിയ ഡിജിറ്റൽ ഓഡിറ്റിംഗ് നടത്താൻ പോകുന്നു. ആഫ്റ്റർ ബിഫോർ എന്ന് പറയുന്ന നമ്മൾ ഇതിന് ശേഷമുള്ളത് ഒക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേറൊരു കാര്യം, CJP എന്ന് പറയുന്നൊരു പാർട്ടി അവരുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച് സർക്കുലർ ആക്റ്റൊന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ഡീസെൻട്രലൈസ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഓഡിറ്റിംഗ് പ്രോസസ്സാണ്. ഇനി CJP അത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏറ്റെടുത്തിട്ടു, ചെറുപ്പക്കാരത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ സംഗതികളായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഓഡിറ്റബിൾ ആവുകയാണ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം. നമ്മുടെ ഭരണകൂട ഏജൻസികളെല്ലാം ഓഡിറ്റബിൾ ആവുകയാണ്. ഇത്രയും കാലം ഇതൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോയ മുകളനെ പറഞ്ഞ് പേടിപ്പിച്ച് ആളുകളെ കൂടെ നിർത്തിയിരുന്ന ആ പരിപാടി നടക്കില്ല എന്നുള്ളതിൻ്റെ കൂടെ അടയാളങ്ങളാണിത്. യെസ്. അപ്പോൾ CJPയുടെ 2ാം ഘട്ട സമരത്തിനും വലിയ തോതിൽ റിസൾട്ട് കാണുകയാണ്. 2 BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. വലിയ തുക അനുവദിച്ചിരിക്കുന്നു. തുടർ നടപടികൾ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
ചെയ്യും.